മുതുവല്ലൂർ പഞ്ചായത്ത് ഹർഘർ ജൽ പ്രഖ്യാപനവും പദ്ധതി സമർപ്പണവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിക്കുകയാണെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം ഇതിനായി കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഉൾപ്പെടുത്തി 5987 കോടിയുടെ പ്രവൃത്തികളാണ് നടക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലയിലെ ആദ്യ ഹർഘർ ജൽ പഞ്ചായത്ത് പ്രഖ്യാപനത്തിനായി കൊണ്ടോട്ടിയിൽ മുതുവല്ലൂർ പഞ്ചായത്തിലെ മുണ്ടംകുളം അങ്ങാടിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ശുദ്ധജല വിതരണത്തിനായി ജലജീവൻ മിഷൻ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നുവെന്നും കൂട്ടായ പ്രവർത്തനവും ഇച്ഛാശക്തിയുമാണ് പദ്ധതി പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കാരണമായതെന്നും എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കാനായി വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ചെലവഴിക്കുന്നത്. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി നബാർഡിൽ നിന്നും 5000 കോടി രൂപയുടെ വായ്പ ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്രവിഹിതമായ 5000 കോടി രൂപ കൂടെ ലഭ്യമാകുമ്പോൾ സംസ്ഥാനത്തെ ശുദ്ധജല വിതരണത്തിൽ ചരിത്രപരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ 23% മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇന്ന് 53% പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ ഇതിനോടകം 100% പ്രവൃത്തികൾ പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ഹർഘർ ജൽ നിയോജക മണ്ഡലമായി. സംസ്ഥാനത്ത് 15 നിയോജക മണ്ഡലങ്ങളിലും 120 ഗ്രാമപഞ്ചായത്തുകളിലും പദ്ധതി പൂർത്തീകരിച്ച് ഹർഘർ ജൽ സ്ഥാപനങ്ങളായി മാറി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളിൽ നിന്നും ലഭിച്ച സഹകരണ മനോഭാവമാണ് പദ്ധതി പൂർത്തീകരണത്തിന് സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് 2028 വരെ കേന്ദ്രം സമയം നീട്ടി നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ ടി.വി. ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. ഇ.ടി. മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹർഘർ ജൽ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് ചീക്കോട് കുടിവെള്ള പദ്ധതി പ്രധാന പങ്കുവഹിച്ചു. ചീക്കോട് ജലശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ച ജലം വിവിധ സംഭരണികളിലൂടെ മുതുവല്ലൂരിലെ എല്ലാ വീടുകളിലും എത്തിക്കുന്നു. ചീക്കോട്, ചുള്ളിക്കോട് എന്നിവിടങ്ങളിലെ ഭൂതല ഉന്നതതല ജലസംഭരണികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടംകുളം അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിന്ദു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PKC അബ്ദുറഹിമാൻ, ഷെരീഫ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ശ്രീധരൻ, മൂസില ഷഹീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ മുന്താസ്, അംഗങ്ങളായ ഷിബു അക്കരപ്പറമ്പിൽ, NC അഷറഫ്, നെജ്മ ബേബി, P. മുജീബ് റഹ്മാൻ, കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖല ചീഫ് എഞ്ചിനീയർ PS പ്രദീപ്, മലപ്പുറം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ S. സത്യ വിൽസൺ, പഞ്ചായത്ത് സെക്രട്ടറി CT അഷറഫ് അലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഇന്ന് എല്ലാ ഭവനങ്ങളിലും വെള്ളമെത്തുന്നതിനുള്ള പ്രവർത്തികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതോടകമായി 5987 കോടി രൂപയുടെ പ്രവർത്തികൾ നടക്കുക. ഏകദേശം 6000 കോടി രൂപയുടെ പ്രവൃത്തി നമ്മുടെ ജില്ലയിൽ നടക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ ഈ പഞ്ചായത്തിൻ്റെ കാര്യമാണ് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇനി 10% കൂടി പൂർത്തീകരിച്ചാൽ നിയോജക മണ്ഡലം തന്നെ ഹർഘർ ജല്ലായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്ഥിതി വരും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതോടകമായി തന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം 100% എല്ലാ മണ്ഡലങ്ങളിലും തന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പൂർത്തീകരിക്കാനായിട്ട് കഴിയും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.